വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ഈ 5 ദിവസത്തെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്ന ധ്യാനം വലിയ അഭിഷേകത്തിൻ്റെയും വിടുതലിൻ്റെയും സൗഖ്യത്തിൻ്റെയും ദിനങ്ങളായി മാറും. പൈശാചിക പീഡകളിൽ നിന്നും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും വിശുദ്ധ കുരിശ് നമുക്ക് വിടുതൽ നൽകുന്നു. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിനോടനുബന്ധിച്ച് ശാലോം TV ഒരുക്കുന്ന വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്ന ധ്യാനത്തിൻ്റെ 3-ാം ദിവസത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വിശുദ്ധ കുരിശ് ക്രിസ്ത്യാനികളുടെ അടയാളമാണെന്നും വിശുദ്ധ കുരിശിന് ക്രൈസ്തവരുടെ ജീവിതത്തിലുള്ള സ്വാധീനം എന്താണെന്നും കുരിശിലൂടെയാണ് രക്ഷ, കുരിശിലൂടെയാണ് വിജയമെന്നും നമ്മൾ കാണുകയുണ്ടായി. 2-ാമത്തെ ദിവസം വിശുദ്ധ കുരിശിലൂടെ എങ്ങനെ നമുക്ക് സൗഖ്യമുള്ളവരായി മാറാൻ സാധിക്കും. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിന് വലിയ ശക്തിയുണ്ട്. ആ ശക്തിയിൽ ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടെ പ്രാർത്ഥിച്ചാൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ നമുക്ക് സൗഖ്യമുള്ളവരായി മാറാം എന്നാണ് 2-ാമത്തെ ദിവസം നമ്മൾ ധ്യാനിച്ചത്. ഇന്ന് 3-ാമത്തെ ദിവസം വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ പൈശാചിക പീഡകളുടെ മേൽ വിജയം നേടാനാകും. അതേക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്ന പ്രാർത്ഥന വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൻ്റെ ശക്തിയും വിശുദ്ധ കുരിശിൻ്റെ ശക്തിയും തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. പൗലോസ്ലീഹ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയെക്കുറിച്ച് വലിയ ബോധ്യമുള്ള വ്യക്തിയായിരുന്നു. പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പൗലോസ്ലീഹ കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 14-15 തിരുവചനങ്ങൾ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശക്തിയെക്കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ കുരിശു മരണത്തിലൂടെ പൈശാചിക പീഡകളെയും തിന്മയുടെ ശക്തികളെയും യേശു നിർവീര്യമാക്കിയതിനെക്കുറിച്ച് പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശ് എക്കാലത്തും പിശാചിനെതിരായിട്ടുള്ള ആയുധമാണ്. വിശുദ്ധ കുരിശിൻ്റെ അടയാളവും വിശുദ്ധ കുരിശും പിശാചിനെപ്പോഴും ഭയകാരണമാണ്. വിശുദ്ധ കുരിശ് ഉപയോഗിച്ച് വിശ്വാസത്തോടെയും ബോധ്യത്തോടെയും പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരിക്കൽ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു വൈദികൻ, അദ്ദേഹം എന്നോട് പങ്കുവച്ച ഒരു അനുഭവം ഈ സന്ദർഭത്തിൽ വളരെ അനുയോജ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു വചന പ്രഘോഷകനാണ്. വർഷങ്ങളായിട്ട് അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. ഹിന്ദി സംസാരിക്കുന്നവരുടെ ഇടയിലാണ് കൂടുതലായിട്ടും അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നത്. അതേപോലെ വിദേശ രാജ്യങ്ങളിൽ പോയി മറ്റുള്ള ഭാഷകളിൽ, ഇംഗ്ലീഷിലും മറ്റും ധ്യാനങ്ങൾ കൊടുക്കാറുണ്ട്. അദ്ദേഹം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരനുഭവം പങ്കുവച്ചത് ഇങ്ങനെയാണ്:
ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ധ്യാന കേന്ദ്രത്തിലേക്ക് ഒരു കുടുംബത്തിലെ മാതാപിതാക്കൾ കടന്നു വന്നു. അവർ അദ്ദേഹത്തിൻ്റെ അരികിൽ വന്ന് അവരുടെ കുടുംബം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയെ അറിയിച്ചു. അവരുടെ മകൾ, യുവതിയായിട്ടുള്ള മകളാണ്, ഏതാനും മാസങ്ങളായിട്ട് വേണ്ടതുപോലെ ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ കുളിക്കുകയോ വസ്ത്രം അലക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതോടൊപ്പം അലറി വിളിച്ച് നടക്കുന്നു. ചിലപ്പോൾ കുറേ സമയം കിടന്നുറങ്ങുന്നു. ചില ദിവസങ്ങളിൽ രാത്രികാലങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ ഈ മകളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ വ്യത്യാസങ്ങൾ വന്നു. അത് അവരെ വല്ലാതെ ഭയപ്പെടുത്തി. ആ നാട്ടുകാരും പ്രത്യേകിച്ച് അവരുടെ ഗ്രാമത്തിലുള്ളവർ ഈ കുടുംബത്തെ പരിഹസിച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ വലിയ വേദനയിലൂടെ ഈ കുടുംബം കടന്നു പോവുകയാണ്. അവർ അച്ഛൻ്റെ അടിയിൽ വന്നു. അച്ഛനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും സമയമുണ്ടാക്കി അച്ഛൻ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരണം. അങ്ങനെ അവരുടെ ആ കരഞ്ഞുള്ള സംസാരവും അപേക്ഷയൊക്കെ കേട്ട് അച്ഛന് അവരോടൊരു കരുണ തോന്നി. അച്ഛൻ അവരുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ ഈ മകൾ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഈ മകൾ ഇങ്ങനെ അച്ഛനൊക്കെ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ വീട്ടിൽ നിന്നിറങ്ങി ഓടാൻ തുടങ്ങി. അങ്ങനെ ഈ മകൾ വീട്ടിൽ നിന്നിറങ്ങി ഓടി. അപ്പോൾ ആ സമയത്ത് മാതാപിതാക്കളും മറ്റുള്ളവരൊക്കെ ഈ മകളുടെ പുറകെ പോയി. അങ്ങനെ കുറേ കഴിഞ്ഞ് അവർ ഈ മകളെ പിടിച്ചുകൊണ്ട് വന്നു. പക്ഷെ അച്ഛൻ പ്രാർത്ഥിക്കാനൊന്ന് തുടങ്ങിയപ്പോഴേക്ക് ഈ മകൾ വീണ്ടും ഓടിപ്പോയി. പിന്നീട് ഈ മകൾ ചെയ്തത് അവരുടെ മുറ്റത്ത് കുറേ മണൽ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മണലിൽ മുഖം താഴ്ത്തി ഇങ്ങനെ കിടക്കുകയാണ്. അച്ഛന് പ്രാർത്ഥിക്കാൻ ഒരവസരം കൊടുക്കാത്ത വിധത്തിൽ മണലിലേക്ക് മുഖം അമർത്തി ഇങ്ങനെ കിടക്കുകയാണ്. ആ പെൺകുട്ടിയുടെ അപ്പനും അമ്മയും സഹോദരങ്ങളൊക്കെ ആ പെൺകുട്ടിയൊന്ന് എണീച്ചിരുത്താൻ, വളരെയധികം എണീപ്പിച്ചിരുത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൾ വഴങ്ങുന്നില്ല. അവൾ അങ്ങനെ തന്നെ കിടന്ന് അലറുകയും കരയുകയാണ്. അപ്പോൾ ഒരു രക്ഷയുമില്ല. കുറച്ച് നേരം കഴിഞ്ഞു. അപ്പോൾ ഈ അച്ഛന് പരിശുദ്ധാത്മാവ് ഒരു വലിയ ചിന്ത കൊടുത്തു. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ഒരു പ്രാർത്ഥിക്കാനുള്ള കുരിശ് ഇട്ടുകൊണ്ടാണ് നടക്കാറുള്ളത്. ആ കുരിശെടുത്ത് പ്രാർത്ഥിക്കാനൊരു പ്രേരണ കിട്ടി. അദ്ദേഹം പോക്കറ്റിലേക്ക് കൈവച്ച് ക്രൂശിത രൂപത്തിലേക്ക് തൊട്ടതും ഈ മണലിൽ മുഖമമഴ്ത്തി കണ്ണുകളൊക്കെ അടച്ചു കിടക്കുന്ന ആ പെൺകുട്ടി ഉറക്കെ അലറിക്കരയുകയാണ്. നോ ക്രോസ്, നോ ക്രോസ് എന്ന് പറഞ്ഞ ആ പെൺകുട്ടി അലറിക്കരയുകയാണ്. അപ്പോൾ അവിടെ നിന്നിരുന്ന എല്ലാവരും അതിശയിച്ചു. അച്ഛനും അതൊരു അതിശയമായിരുന്നു. കാരണം ഈ അച്ഛൻ്റെ പോക്കറ്റിൽ കുരിശുള്ളതോ അച്ഛൻ കുരിശെടുക്കുന്നതോ ഈ പെൺകുട്ടി കാണുന്നില്ല. കാരണം അവൾ ആ മണലിൽ മുഖമമർത്തി കണ്ണുകളടച്ച് കിടക്കുകയാണ്. അങ്ങനെയുള്ള ആ പെൺകുട്ടിയാണ് അച്ഛൻ പോക്കറ്റിൽ കുരിശിൽ കൈവയ്ക്കുകയും ആ കുരിശ് പുറത്തേക്കെടുക്കുകയും ചെയ്തപ്പോൾ നോ ക്രോസ്, നോ ക്രോസ്, കുരിശെടുക്കരുത്, കുരിശെടുക്കരുത് എന്ന് പറഞ്ഞ് അലറി വിളിച്ചത്. സ്നേഹമുള്ളവരെ, അച്ഛൻ പറയുകയായിരുന്നു, അതിനുശേഷം ആ കുരിശുപയോഗിച്ച് ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾ വലിയ അലർച്ചയും ബഹളമൊക്കെ ആദ്യം ഉണ്ടാക്കിയെങ്കിലും പിന്നീട് വളരെ ശാന്തതയിലേക്ക് ആ പെൺകുട്ടി പോയി. ആ പെൺകുട്ടിയിലുണ്ടായിരുന്ന പൈശാചിക പീഡകൾ, തിന്മയുടെ സ്വാധീനങ്ങൾ പൂർണ്ണമായിട്ടും അവളെ വിട്ടുപോയി. അവൾ വലിയ സ്വാതന്ത്ര്യത്തിലേക്കും വലിയ സമാധാനത്തിലേക്കും കടന്നു വന്നു. അടുത്തു വന്ന ആഴ്ചയിൽ ആ കുടുംബം അവരുടെ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനിക്കുകയും ക്രമേണ ആ പെൺകുട്ടി പൂർണ്ണ സൗഖ്യത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. അപ്പോൾ അച്ഛൻ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു. കുരിശിൻ്റെ ശക്തിയെക്കുറിച്ചും കുരിശിന് പിശാചിന് ഭയമാണെന്നും ഈ കാര്യങ്ങളൊക്കെ അറിയാം, വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ എനിക്കത് വലിയൊരു ബോധ്യമായിരുന്നു. എൻ്റെ സുവിശേഷ വേലയ്ക്ക് തന്നെ, അല്ലെങ്കിൽ ഈ സൗഖ്യ പ്രാർത്ഥനകൾക്ക്, പൈശാചിക പീഡകളുടെ മേലുള്ള പ്രാർത്ഥനകൾക്ക് അത് വലിയൊരു സഹായമായിരുന്നുവെന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയായിരുന്നു. സ്നേഹമുള്ളവരെ, ക്രൂശിത രൂപത്തിനും കുരിശടയാളത്തിനും വലിയ ശക്തിയുണ്ട്. പൈശാചിക പീഡകളുടെ മേൽ വിശുദ്ധ കുരിശിന് വലിയ ശക്തിയുണ്ട്. ഈ ഒരു ബോധ്യം നമുക്ക് ലഭിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ വലിയ സൗഖ്യത്തിലേക്കും വിടുതലിലേക്കും നമുക്ക് വരാൻ സാധിക്കും. പൗലോസ് ശ്ലീഹ എഫീസുസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൻ്റെ
11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു: സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. പൗലോസ്ലീഹ പറയുകയാണ്, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. സ്നേഹമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ശക്തമായ ആയുധമാണ് സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർക്കുവാൻ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള യേശുവിൽ വിശ്വസിക്കുന്നവർക്ക്, ക്രൈസ്തവരായവർക്ക് കർത്താവ് ദൈവം നൽകിയിട്ടുള്ള ശക്തമായ അടയാളമാണ് വിശുദ്ധ കുരിശ്. അവിടെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്: എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത്. എന്നിട്ട് പൗലോസ്ലീഹ ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്: അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും നിങ്ങൾക്ക് ശക്തി ലഭിക്കും. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യങ്ങൾ, ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ ആയുധങ്ങളും നമ്മൾ ധരിക്കുമ്പോഴും ആ ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോഴുമാണ്. നമ്മൾ ക്രൈസ്തവർക്ക് പല വിധത്തിലുള്ള ആത്മീയമായ ആയുധങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിലെ വളരെ ശക്തമായ ഒരു ആത്മീയ ആയുധമാണ് വിശുദ്ധ കുരിശ്. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിലുള്ള പ്രാർത്ഥനകൾ, വിശുദ്ധ കുരിശ് ഉപയോഗിച്ചുള്ള പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായ സൗഖ്യങ്ങളും വിടുതലും, പൈശാചിക പീഡകളിൽ നിന്നുള്ള സൗഖ്യവും വിടുതലും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, നമ്മൾ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ചെയ്യുവാൻ നമ്മളെ പ്രാപ്തരാക്കും ഇങ്ങനെയുള്ള ആയുധങ്ങളെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ ഒരു സംഭവം ഓർക്കുന്നത്, ഞാൻ നാഗാലാൻഡിൽ 3 വർഷം ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിൽ, കോഹിമായിലുള്ള ധ്യാനകേന്ദ്രത്തിലെ ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ ആയിരുന്നപ്പോൾ ഒത്തിരിയേറെ ആളുകളെ കാണാനും, പ്രത്യേകിച്ച് പല വിധത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ, പൈശാചിക പീഡകൾ, അന്ധകാര ശക്തികളുടെ ആക്രമണങ്ങൾ ഇവയിൽപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കാനും ദൈവം അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഒരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സംഭവം ഞാൻ ഓർക്കുകയാണ്. ആ കുട്ടി ഒരു അഡ്വക്കേറ്റാണ്. പക്ഷേ ആ കുട്ടിക്ക് വേണ്ടതുപോലെ ആ കുട്ടിയെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ, ജോലികൾ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ആ കുട്ടിയെ വലിയ ഭയത്തിന് അടിമയാണ്. എന്ത് കാര്യം ചെയ്യുവാനും ആ കുട്ടിക്ക് ഭയമാണ്. എന്നാൽ പഠിക്കാൻ നല്ല കഴിവുണ്ട്. പകൽ സമയങ്ങളിൽ വലിയ കുഴപ്പമില്ല, പക്ഷേ രാത്രിയായാൽ വലിയ ഭയമാണ്. ഇപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് പറയുകയായിരുന്നു, അച്ഛാ, രാത്രിയിൽ എനിക്ക് മറ്റുള്ളവരോട് പറയാൻ നാണക്കേടാണ്, എനിക്ക് ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ ഭയമാണ്. അതുകൊണ്ട് ഞാൻ LLBക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയം ആ കുട്ടി പഠിച്ചത് ഗോഹാട്ടിയിലാണ്, ആസാമിലെ ഗോഹാട്ടിയിലാണ് അഡ്വക്കേറ്റ് LLB പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ പറയുകയാണ്, ഇവരുടെ മുറിയിൽ 2 പേരുണ്ട്, 2 പേർക്കുള്ള മുറിയിലാണ് ഇവർ താമസിക്കുന്നത്. പക്ഷേ അടുത്ത ബെഡിൽ സുഹൃത്തായിട്ടുള്ള പെൺകുട്ടി കിടന്നുറങ്ങുമ്പോഴും ഈ പെൺകുട്ടിക്ക് രാത്രിയിൽ ഭയം മൂലം ഉറങ്ങാൻ സാധിക്കുകയില്ല. ഈ കുട്ടിയുടെ തൊട്ടടുത്ത് ആരെങ്കിലും വേണം. ആരെങ്കിലും രാത്രി കിടന്നുറങ്ങുമ്പോൾ പോലും അടുത്തുണ്ടെങ്കിലേ ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ. ആ സുഹൃത്തിന് ഈ പെൺകുട്ടിയുടെ ഭയത്തെക്കുറിച്ചും അവളിലുള്ള ഭയത്തിൻ്റെ അരൂപിയെക്കുറിച്ചും അറിയാമായിരുന്നുകൊണ്ട് അവൾ ആ പെൺകുട്ടിയെ വേണ്ടതുപോലെ കെയർ ചെയ്തു. അങ്ങനെ അവളുടെ പഠനമൊക്കെ പൂർത്തിയാക്കി. അങ്ങനെ അവൾ ഒരു അഡ്വക്കേറ്റായി. പക്ഷെ ഇപ്പോൾ അവൾക്ക് പല കർത്തവ്യങ്ങളും ഈ ഭയം മൂലം ചെയ്യാൻ സാധിക്കുന്നില്ല. ഭയത്തിൻ്റെ അരൂപി അവളുടെ ജീവിതത്തിലെ സന്തോഷത്തെ ചോർത്തിക്കളഞ്ഞു. അവളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഭയം അവളെ കീഴ്പ്പെടുത്തി. നമുക്കറിയാം, ഭയം നൽകുന്നത് പിശാചാണ്. ഭയത്തിൻ്റെ അരൂപികൾ
നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തെ ചോർത്തിക്കളയുന്നു. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്മ പ്രവൃത്തികളിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നു. ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് ആ കുട്ടിയുടെ ഈ പ്രത്യേകതകളൊക്കെ കേട്ടതിന് ശേഷം ആ കുട്ടിക്ക് വേണ്ടി ശിരസിൽ കുരിശ് വച്ച് കുരിശടയാളം വരച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. സ്നേഹമുള്ളവരെ, ആ കുട്ടിക്ക് വേണ്ടി കുറേ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് തന്നെ എന്തോ ഒരു അനുഭവമുണ്ടായി. ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, എന്തോ എൻ്റെ ശരീരത്തിൻ്റെ ഭാരമൊക്കെ കുറഞ്ഞു പോയതുപോലെ എനിക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം അനുഭവപ്പെട്ടു. അതിനുശേഷം ആ കുട്ടി കുറേ ദിവസം ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ താമസിച്ചപ്പോൾ ആ കുട്ടിക്ക് ആശീർവദിച്ച് ഒരു ജപമാല, നല്ല കുരിശ് ഉള്ളൊരു ജപമാല കഴുത്തിൽ അണിയാൻ കൊടുത്തു. അവൾ ആ ജപമാല ഇട്ട് പിന്നീട് കിടന്നുറങ്ങാൻ തുടങ്ങി. അവളുടെ ജീവിതത്തിൽ ഭയം പോയി. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അവൾ വലിയൊരു സാക്ഷ്യമായിട്ട്, മറ്റുള്ളവർക്കൊക്കെ നിസ്സാരമായിട്ട് തോന്നാകുന്ന ഒരു കാര്യം ആ കുട്ടി, അഡ്വക്കേറ്റായിട്ടുള്ള ആ കുട്ടി അവിടെ സാക്ഷ്യമായിട്ട് പറയണം. സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് വലിയൊരു വിടുതൽ കിട്ടി. ഇത്രയും വർഷമായി 10-25 വയസ്സായി എനിക്ക് ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ സാധിക്കുമായിരുന്നില്ല. ഭയം എന്നെ അലട്ടുമായിരുന്നു. എൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. വലിയ ഭയത്തിൻ്റെ അരൂപി എന്നെ പിടികൂടിയിരുന്നു. പക്ഷേ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലുള്ള പ്രാർത്ഥനയാലും വിശുദ്ധ കുരിശുള്ള ജപമാല എൻ്റെ കഴുത്തിൽ അണിഞ്ഞ് ഞാൻ കിടന്നപ്പോഴും എനിക്ക് അത്ഭുതകരമായ വിടുതലും സൗഖ്യവും എൻ്റെ ഭയത്തിൻ്റെ അരൂപികളിൽ നിന്ന് ലഭിച്ചുവെന്ന് ആ പെൺകുട്ടി സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലവിധത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മുടെ കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിൽ നിന്ന് നമ്മളെ ഭയം നൽകി തടസ്സപ്പെടുത്തുന്നുണ്ട്. ഏത് ജോലിയിലാണെങ്കിലും പ്രവേശിക്കുമ്പോൾ വലിയ ഭയം ഉള്ളതുമൂലം വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ സാധിക്കാത്ത അനേകർ പ്രാർത്ഥിക്കാൻ കടന്നു വരാറുണ്ട്. എന്നാൽ അവർക്ക് നല്ല പഠിപ്പുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ചെയ്യാനുള്ള കഴിവുകളുണ്ട്. പക്ഷേ അവരിലുള്ള ഭയത്തിൻ്റെ അരൂപി, പൈശാചിക പീഡ മൂലം അവർക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ വേണ്ടതുപോലെ നിർവഹിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ് വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, പ്രത്യേകിച്ച് പൈശാചിക പീഡകളുടെ മേൽ വിശുദ്ധ കുരിശിനെക്കുറിച്ചുള്ള ശക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ആദിമ ക്രൈസ്തവരെക്കുറിച്ച് ചിന്തിച്ചാൽ അവർ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയെക്കുറിച്ച് വലിയ ബോധ്യമുള്ളവരായിരുന്നു. അവർ എപ്പോഴും ദൈവ സാന്നിധ്യ സ്മരണയിൽ കഴിഞ്ഞവരായിരുന്നു. അവർ എപ്പോഴും ദൈവ സാന്നിധ്യ സ്മരണയിൽ കഴിയാൻ അവർ ഏതു മാർഗമാണ് തിരഞ്ഞെടുത്തിരുന്നത്? ആദിമ ക്രൈസ്തവർ തിരഞ്ഞെടുത്തിരുന്ന ഒരു മാർഗം, എപ്പോഴും ദൈവ സാന്നിധ്യ സ്മരണയിൽ കഴിയുവാൻ അവർ തിരഞ്ഞെടുത്തൊരു മാർഗം ഇതായിരുന്നു: കുരിശടയാളം വരച്ചുള്ള നിരന്തരമായ പ്രാർത്ഥനകൾ. അവർ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. നിത്യജീവിതത്തിലെ സകല പ്രവർത്തനങ്ങളെയും അവർ വിശുദ്ധീകരിച്ചു, അവർ പ്രാർത്ഥനയാക്കി മാറ്റി വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ. നമുക്കറിയാം, പ്രഭാതത്തിൽ ഉണരുമ്പോൾ അവർ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുന്നു. നമ്മളിൽ പലരും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്, കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമുക്കറിയാം അതൊരു വലിയ ശക്തിയാണെന്ന്. മനുഷ്യപുത്രൻ്റെ അടയാളം എന്ന പുസ്തകത്തിൽ ബ്രദർ ബെന്നി പുന്നത്തറ അതിൻ്റെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട്. ബ്രദറിൻ്റെ കുട്ടിക്കാലത്ത് അമ്മ പറഞ്ഞു കൊടുത്തിരുന്നൊരു കാര്യം അദ്ദേഹത്തിന് വലിയൊരു അനുഗ്രഹമായിരുന്നു. അമ്മ പറഞ്ഞു കൊടുത്തിരുന്നൊരു കാര്യം ഇതായിരുന്നു: രാത്രി കാലങ്ങളിൽ സ്വപ്നങ്ങളും ദുസ്വപ്നങ്ങളും അതോടൊപ്പം പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കട്ടിലിൻ്റെ 4 മൂലകളിലും കുരിശടയാളം വരച്ച് കിടന്നുറങ്ങുക. അമ്മ പറഞ്ഞു കൊടുത്തതനുസരിച്ച് ബ്രദർ അപ്രകാരം കുട്ടിക്കാലത്ത് പ്രവർത്തിക്കുകയും കുട്ടിക്കാലത്ത് എല്ലാവിധത്തിലുള്ള തിന്മ നിറഞ്ഞ സ്വാധീനങ്ങളിൽ നിന്നും ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളിൽ നിന്നും ഒക്കെ അദ്ദേഹത്തിന് അതിൽ നിന്ന് വിടുതൽ കിട്ടിയിരുന്നുവെന്ന് അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സ്നേഹമുള്ളവർ, അത് സത്യമാണ്. നമ്മളെല്ലാവരും ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ പ്രഭാതത്തിൽ ഉണരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്.
ആദിമ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, അവർ കുരിശടയാളം വരച്ച് എപ്പോഴും ദൈവ സാന്നിധ്യ സ്മരണയിൽ കഴിഞ്ഞിരുന്നു. അവരുടെ മാതൃക നമ്മുടെ ജീവിതത്തിലും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് അവർ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ കുരിശടയാളം വരച്ച് ഭക്ഷണത്തെ ആശീർവദിക്കുമായിരുന്നു, അവരെ തന്നെ ആശീർവദിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, പിന്നീട് അവർ എന്തെങ്കിലും ജോലിക്ക് പോകുമ്പോൾ, അതല്ലെങ്കിൽ അവർ ഒരു യാത്ര പോകുമ്പോൾ കുരിശടയാളം വരച്ച് അവർ തങ്ങളുടെ വഴികളെ വിശുദ്ധീകരിക്കുമായിരുന്നു. സൗഖ്യത്തിനും അഭിഷേകത്തിനും ദൈവത്തിൻ്റെ സംരക്ഷണത്തിനുമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നീട് അവർ കുളിക്കുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും അവർ കുരിശടയാളം വരച്ച് വിശുദ്ധ കുരിശിൻ്റെ കൃപയ്ക്ക് വേണ്ടിയും സംരക്ഷണത്തിനും വേണ്ടിയും പ്രാർത്ഥിക്കുമായിരുന്നു. യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ അവർ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലായിരുന്ന സമയത്ത് അവിടുത്തെ തമിഴ് ധ്യാനങ്ങളുടെ ചാർജും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ആഴ്ചയും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ തമിഴ്നാട്ടിലേക്ക് വചന ശുശ്രൂഷയ്ക്കായിട്ട് പോകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നത് കറുകുറ്റിയിലുള്ള ഒരു സഹോദരൻ്റെ ഒരു കാറിലാണ്, ഒരു ഇന്നോവ കാറാണ്. ടോണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇപ്പോൾ ന്യൂസിലാൻഡിലേക്ക് പോയി. അദ്ദേഹത്തിന് ഇപ്പോൾ ന്യൂസിലാൻഡിലാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമാണ് സ്ഥിരമായിട്ട് ഞങ്ങളോടൊപ്പം തമിഴ്നാട്ടിലെ ശുശ്രൂഷകൾക്ക് വാഹനവുമായിട്ട് വരാറുള്ളത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, അദ്ദേഹം ആ വാഹനം എടുക്കുന്ന രാവിലെ എപ്പോഴും ചെയ്തിരുന്ന കാര്യം, കുറച്ചു നേരം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കും. അതിനുശേഷം ആ വാഹനത്തിൻ്റെ സ്റ്റീറിങ്ങിൽ ഒരു കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കും. അതിനുശേഷം കുറച്ചു നേരം അത് കണ്ണുകളടച്ച് അദ്ദേഹം സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവകൃപയാൽ അദ്ദേഹത്തോടൊപ്പം പലവട്ടം പല സ്ഥലങ്ങളിലേക്ക്, കേരളത്തിന് പുറത്ത് പലയിടങ്ങളിലേക്ക്, തമിഴ്നാട്ടിലേക്കും ബാംഗ്ലൂരിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പലവട്ടം യാത്ര ചെയ്തിട്ടും ഒരു അപകടത്തിൽ പോലും പെടാതെ കർത്താവിൻ്റെ ആ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ട്. അത് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കുരിശടയാളത്തിൽ പ്രാർത്ഥിച്ചു പോകുന്നത്, വാഹനം ഓടിക്കുന്നവർ അവർ കുരിശടയാളത്തിൽ പ്രാർത്ഥിച്ചു പോകുന്നത് തിന്മയുടെ ശക്തികളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും, നമുക്ക് സംരക്ഷണം ലഭിക്കും. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രദർ ബെന്നി പുന്നത്തരയുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ, രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മൾ കിടക്കുന്ന കട്ടില് അല്ലെങ്കിൽ ആ ഇടങ്ങളിലൊക്കെ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നു. സ്നേഹമുള്ളവരെ, കർത്താവ് തിരുവചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ സത്യമാണത്. വിശുദ്ധ കുരിശിൻ്റെ വലിയ ശക്തിയുണ്ട്. പ്രത്യേകിച്ച് പിശാചിൻ്റെ മേൽ, തിന്മയുടെ ശക്തികളുടെ മേൽ വലിയ ശക്തിയുണ്ട്. വലിയ വിടുതലും അഭിഷേകവും വിശുദ്ധ കുരിശിലൂടെ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നമ്മൾ കത്തോലിക്കാ സഭയിൽ പലപ്പോഴും പല ഇടങ്ങളും വെഞ്ചരിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. വെഞ്ചരിച്ച് പ്രാർത്ഥനയിൽ എന്താണ് സംഭവിക്കുന്നത്? പല പൈശാചിക പ്രവർത്തനങ്ങളും തിന്മയുടെ പ്രവർത്തനങ്ങളും നടന്നിട്ടുള്ള ഇടങ്ങൾ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കുരിശടയാളത്തിൽ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ സ്ഥലം വിശുദ്ധീകരിക്കപ്പെടുന്നു. ആ സ്ഥലത്തുള്ള പൈശാചിക പീഡകൾ വിട്ടുപോകുന്നു. അതുകൊണ്ട് ഈ വെഞ്ചരിച്ചുള്ള പ്രാർത്ഥനയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാണ്. അതോടൊപ്പം മലബാറിലേക്കും ഹൈറേഞ്ചിലേക്കുമൊക്കെ നമ്മുടെ പൂർവികരൊക്കെ കടന്നു വന്നപ്പോൾ അവർ ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ സംരക്ഷണത്തിനായി, അന്ന് ദേവാലയങ്ങളൊന്നുമില്ലായിരുന്നു, അവർ ചെയ്തെന്തായിരുന്നു? കുരിശ് സ്ഥാപിക്കുകയാണ് ചെയ്തത്. കുരിശ് സ്ഥാപിച്ച് വന്യമൃഗങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ പകർച്ചവ്യാധികളിൽ നിന്നുമൊക്കെ അവർക്ക് സംരക്ഷണം കിട്ടി. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിന് വലിയ ശക്തിയുണ്ട്. പൈശാചിക പീഡകളുടെ മേൽ വലിയ അധികാരമുണ്ട്. ഈ ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ നമുക്ക് വിശുദ്ധ കുരിശിനെ സ്നേഹിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും വിശുദ്ധ കുരിശ് കൈകളിലെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ എല്ലാ പൈശാചിക പീഡകളും എൻ്റെ കുടുംബത്തെ വിട്ടുപോകട്ടെ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ എല്ലാ പൈശാചിക സാന്നിധ്യങ്ങളും എൻ്റെ കുടുംബത്തെ വിട്ടുപോകട്ടെ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ എല്ലാ പൈശാചിക പീഡകളും എൻ്റെ കുടുംബത്തെ വിട്ടുപോകട്ടെ. നമ്മുടെ കുടുംബത്തെ അലട്ടുന്ന എല്ലാ പൈശാചിക പീഡകളും, നമ്മുടെ മക്കളെ അലട്ടുന്ന എല്ലാ പൈശാചിക പീഡകളും യേശുവിൻ്റെ നാമത്തിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ വിട്ടുപോകാൻ നമുക്ക് ഇന്നത്തെ ദിവസം ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, തുടർന്നുള്ള ആരാധനയിൽ കർത്താവിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാകാനും
നമ്മുടെ കുടുംബത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും എല്ലാ തിന്മയുടെ ശക്തികളും വിട്ടുപോകാനും നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ആരാധനയ്ക്കായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. നമുക്ക് വിശുദ്ധ കുരിശിൻ്റെ അടയാളം വരച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദിവ്യമായ മണിക്കൂറാണിത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയുമില്ല, ദാഹിക്കുകയുമില്ല. സ്നേഹമുള്ളവരെ, ജീവൻ നൽകുന്ന അപ്പം ജീവിതത്തിലെ എല്ലാ വിശപ്പുകളിൽ നിന്നും ദാഹങ്ങളിൽ നിന്നും നമുക്ക് സൗഖ്യവും വിടുതലും നൽകുന്ന ജീവൻ്റെ അപ്പം. അതെ, ഈ ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് ഈശോയെ ക്ഷണിക്കാം. എല്ലാ വിശപ്പുകളും ദാഹങ്ങളും ഈശോ മാറ്റും എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സ്വാഭാവികമായ വിശപ്പുകൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ പാപവിശപ്പുകളും പാപകരമായ ദാഹങ്ങളും ഈ ജീവൻ്റെ അപ്പത്തിലൂടെ നമുക്ക് സുഖപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഈ ജീവൻ്റെ അപ്പത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാം. ഈശോയെ, എൻ്റെ കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് എൻ്റെ കുടുംബത്തെയും എൻ്റെ വ്യക്തി ജീവിതത്തെയും വിശുദ്ധീകരിക്കണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഈ ധ്യാനത്തിൻ്റെ
മൂന്നാം ദിവസത്തെ ആരാധനയിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഇന്നത്തെ ദിവസം പ്രത്യേകമായി വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൻ്റെ ശക്തിയാൽ പൈശാചിക പീഡകളിൽ നിന്ന് നമുക്ക് മോചിതരാകാനാകും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ വചനത്തിലൂടെ ധ്യാനിച്ചത്. വിശുദ്ധ കുരിശിനും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിനും തിന്മയുടെ ശക്തികളുടെ മേൽ സ്വാധീനം ചെലുത്താൻ സാധിക്കും. വിശുദ്ധ കുരിശിനെ പൈശാചിക പീഡകൾക്ക്, ശക്തികൾക്ക് ഭയമാണ്. യേശുവിൻ്റെ കുരിശിൻ്റെ ശക്തിയാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും, കുരിശടയാളത്തിൻ്റെ ശക്തിയാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അത്ഭുതകരമായ വിടുതൽ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ വചനത്തിൽ പൗലോസ്ലീഹ കൊളോസ്സോസുകാർക്കെഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. നമുക്ക് ദോഷകരമായിരുന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഹേളന പാത്രങ്ങളാക്കി. അതെ, യേശുവിൻ്റെ കുരിശിന്, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിന് പൈശാചിക ശക്തികളുടെ മേൽ വലിയ അധികാരമുണ്ട്. അവയെ തുരത്തി ഓടിക്കുവാൻ കർത്താവിൻ്റെ കുരിശിനും കുരിശടയാളത്തിനും സാധിക്കും. വചനം ധ്യാനിച്ചപ്പോൾ നോർത്ത് ഇന്ത്യയിൽ സംഭവിച്ച ഒരു കാര്യം പങ്കുവയ്ക്കുകയുണ്ടായി. പൈശാചിക പീഡകളിൽ അടിമപ്പെട്ടു പോയ ഒരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ ഒരു വൈദികനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ആ കുട്ടി കണ്ണടച്ച് മണ്ണിൽ മുഖം താഴ്ത്തി കിടക്കുമ്പോഴും കുരിശിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞു, കുരിശിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. ആ കുരിശിൻ്റെ ശക്തിയും സാന്നിധ്യവും അവളിലുണ്ടായിരുന്ന പൈശാചിക ശക്തികൾക്ക്, പീഡകൾക്ക് അത് ഒരു പൊള്ളലായിരുന്നു, പൊള്ളിക്കുന്ന അനുഭവമായിരുന്നു. അതുകൊണ്ട് കണ്ണടച്ചു കിടന്നിരുന്ന പെൺകുട്ടി വിളിച്ചു പറഞ്ഞു, നോ ക്രോസ്, നോ ക്രോസ്, കുരിശെടുക്കരുത്, കുരിശെടുക്കരുത്. കാരണം കുരിശിൻ്റെ മുമ്പിൽ തിന്മയുടെ ശക്തികൾക്ക് നിൽക്കാൻ സാധിക്കുകയില്ല. കുരിശ് പിശാചിന് ഭയകാരണമാണ്. അതേ സ്നേഹമുള്ളവരെ, കുരിശടയാളത്താൽ ആ പെൺകുട്ടി പിന്നീട് അത്ഭുതകരമായ വിടുതലേക്കും സൗഖ്യത്തിലേക്കും കടന്നു വരികയാണ്. തിരുസഭയുടെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധരായിരുന്നവരെല്ലാം, ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നവരെല്ലാം യേശുവിൻ്റെ ശക്തിയിൽ, കുരിശിൻ്റെ ശക്തിയിൽ ഉറച്ച് വിശ്വസിച്ചിരുന്നവരായിരുന്നു. പൈശാചിക പീഡകളിലൂടെ കടന്നു പോകുമ്പോൾ, ഉപദ്രവങ്ങൾ സംഭവിക്കുമ്പോൾ അവർ യേശുവിൻ്റെ കുരിശ് പിടിച്ച് കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അവർ പൈശാചിക പീഡകളെയും പൈശാചികമായിട്ടുള്ള ശല്യങ്ങളെയും അതിജീവിച്ചവരാണ്. പൗലോസ്ലീഹ എഫീസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്: സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. പൗലോസ്ലീഹ നമ്മോട് പറയുകയാണ്, നമുക്കെല്ലാവർക്കും ആയുധങ്ങൾ വേണം. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർക്കാൻ നമ്മുടെ കയ്യിൽ ആത്മീയ ആയുധങ്ങൾ വേണം. ഈശോ നമുക്ക് പല വിധത്തിലുള്ള ആത്മീയ ആയുധങ്ങൾ നൽകിയിട്ടുണ്ട്. ആത്മീയ ആയുധങ്ങളിൽ വളരെ ശക്തമായ ഒരായുധമാണ് വിശുദ്ധ കുരിശ്, വിശുദ്ധ കുരിശിൻ്റെ അടയാളം. യേശു കുരിശിൽ മരിച്ച് കുരിശിനെ വിജയത്തിൻ്റെ അടയാളമാക്കി മാറ്റി, സൗഖ്യത്തിൻ്റെ അടയാളമാക്കി മാറ്റി. അതുകൊണ്ട് കുരിശടയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ സൗഖ്യം ലഭിക്കുന്നു. കുരിശ് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ വിടുതൽ സംഭവിക്കുന്നു.
ഭയത്തിനടിമയായ ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അതിന് നല്ല വിദ്യാഭ്യാസമുണ്ട്, അഡ്വക്കേറ്റ് ആയിട്ട് പോലും ഭയത്തിൻ്റെ അരൂപി ആ കുട്ടിയുടെ സന്തോഷത്തെ ചോർത്തിക്കളഞ്ഞു. ദൈവം അവളെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ ഭയത്തിനടിമയായി. ഒറ്റയ്ക്ക് കിടന്നുറങ്ങുവാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ഭയത്തിൻ്റെ രൂപി ആക്രമിച്ചിരുന്ന ആ കുട്ടി കർത്താവിൻ്റെ കുരിശിൻ്റെ അടയാളത്താൽ പ്രാർത്ഥിക്കുകയും കുരിശടയാളം കഴുത്തിലണഞ്ഞ് മാലയിൽ കൊന്തയിൽ ജപമാലയിലുള്ള കുരിശണിഞ്ഞ് കിടന്നുറങ്ങുകയും ചെയ്തപ്പോൾ തിന്മയുടെ ശക്തികൾ, ഭയത്തിൻ്റെ രൂപി ആ സഹോദരിയെ വിട്ടുപോയി. അതേ സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിന് വലിയ ശക്തിയുണ്ട്. വിശുദ്ധ കുരിശിന് വലിയ ശക്തിയുണ്ട്. പിശാചിൻ്റെ ദൂതന്മാരും യേശുവിൻ്റെ കുരിശ് കാണുമ്പോൾ ഭയപ്പെട്ട് ഓടുന്നു. നമുക്ക് വലിയ വിടുതൽ ലഭിക്കുന്നു, സൗഖ്യം ലഭിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ. നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് വലിയ വിടുതൽ ആവശ്യമുണ്ട്. നമ്മുടെ മക്കൾക്ക് വലിയ വിടുതൽ ആവശ്യമുണ്ട്. നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വലിയ വിടുതൽ ആവശ്യമുണ്ട്. ഇന്ന് പല കുടുംബങ്ങളും പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. കൊച്ചുകുട്ടികൾ പോലും മൊബൈൽ ഫോണിനും കാഴ്ചകൾക്കും അടിമകളായി പോകുന്നു. അവരുടെ കർത്തവ്യങ്ങളായ വേണ്ട വിധം പഠിക്കാനും പ്രാർത്ഥിക്കാനും സാധിക്കാത്ത വിധത്തിൽ പലരും ഗെയിമിനും മൊബൈൽ ഫോണിലുള്ള പല കാര്യങ്ങൾക്കും അടിമകളാകും. യുവതി യുവാക്കളുടെ ഇടയിലും ദാമ്പത്യ ജീവൻ നയിക്കുന്നവരുടെ ഇടയിൽ പോലും പല ബന്ധനാവസ്ഥകൾ കടന്നു വന്ന അവിശ്വസ്തകൾ കയറി വരുന്നു. അവിടെയൊക്കെ വിടുതലിൻ്റെ ആവശ്യമുണ്ട്. അതോടൊപ്പം കൊച്ചുകുട്ടികൾ പോലും നമ്മുടെ നാട്ടിൽ ലഹരി വസ്തുക്കൾക്കും മദ്യത്തിനും ലഹരി വസ്തുക്കൾക്കും കഞ്ചാവിനുമൊക്കെ അടിമകളാകും. ഇവിടെ തിന്മയുടെ ശക്തികൾ വലിയ സ്വാധീനം ചെലുത്തുകയാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ തകർക്കാൻ, നമ്മുടെ യുവതലമുറയെ തകർക്കാൻ, നമ്മുടെ കൊച്ചുമക്കളെ തകർക്കാൻ. ഇവിടെയാണ് കുരിശിൻ്റെ ശക്തി കടന്നു വരേണ്ടത്. ഇവിടെയാണ് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൻ്റെ ശക്തി പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ മക്കളെ നമുക്ക് രക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് രക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തെ നമുക്ക് രക്ഷിക്കേണ്ടതുണ്ട്. അതിന് ഈശോ നൽകിയിട്ടുള്ള വലിയൊരു ആയുധമാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ആയുധമാണ് വിശുദ്ധ കുരിശിൻ്റെ അടയാളം. വിശുദ്ധ കുരിശ് നമ്മുടെ കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും വ്യക്തിപരമായ ജീവിതത്തിലും സ്വാധീനം ചെലുത്തുന്ന എല്ലാ പൈശാചിക പീഡകളിൽ നിന്നും വിടുതൽ ലഭിക്കുവാൻ നമുക്കൊന്ന് ചേർന്ന് ഈ ഗാനത്തോട് ചേർന്ന് എല്ലാ ബാധകളിൽ നിന്നും നിന്റെ ജനതയെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. രോഗപീഠകളിൽ നിന്നും പൈശാചിക പീഡകളിൽ നിന്നും വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. തിരുവചനം അയക്കണമേ. വചനത്തിൻ്റെ ശക്തിയാൽ വിടുതൽ നൽകണമേ. നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് ഗാനം ആലപിച്ച് ശക്തമായ വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, പാതകളിൽ നിന്നും ജനതയെ വിടുവിക്കണേ. ദൈവമേ, പാതകളിൽ നിന്നും ജനതയെ വിടുവിക്കണേ. രോഗപീഠകൾ, മാറാവ്യാധികൾ ഞങ്ങളിൽ നിന്നും നീക്കണമേ. രോഗപീഠകൾ, മാറാവ്യാധികൾ ഞങ്ങളിൽ നിന്നും നീക്കണമേ. ദൈവമേ, പാതകളിൽ നിന്നും നിൻ ജനതയെ വിടുവിക്കണേ. അനുഗ്രഹത്തിൻ കരങ്ങൾ ഞങ്ങളിൽ നീട്ടണമേ. അനുഗ്രഹത്തിൻ കരങ്ങൾ ഞങ്ങളിൽ നീട്ടണമേ. ആനന്ദ പ്രത്യാശയും ഞങ്ങളിൽ നിറയ്ക്കണമേ. ആനന്ദ പ്രത്യാശയും ഞങ്ങളിൽ നിറയ്ക്കണമേ. യേശുവേ, അങ്ങയുടെ അനുഗ്രഹത്താൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ
ബാധകളിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ മക്കളും ഈ ജനതയും രക്ഷപ്പെടട്ടെ. യേശുവിൻ്റെ തിരുവചനം, സുവിശേഷം എല്ലാ കുടുംബങ്ങളിലും കടന്നു ചെല്ലട്ടെ. സുവിശേഷത്തിൻ്റെ ശക്തിയാൽ, വചനത്തിൻ്റെ ശക്തിയാൽ അഭിഷേകം നിറയട്ടെ, വിടുതലുണ്ടാകട്ടെ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ തിരുവചനം, സുവിശേഷത്തിൻ സന്ദേശം ലോകം മുഴുവനിലും നിറഞ്ഞു സുഖമേകട്ടെ. യേശുവിൻ്റെ തിരുവചനം, സുവിശേഷത്തിൻ സന്ദേശം ലോകം മുഴുവനിലും നിറഞ്ഞു സുഖമേകട്ടെ. അനുഗ്രഹത്തിൻ കരങ്ങൾ ഞങ്ങളിൽ നീട്ടണമേ. ആനന്ദ പ്രത്യാശയും ഞങ്ങളിൽ നിറയ്ക്കണമേ. അനുഗ്രഹത്തിൻ കരങ്ങൾ ഞങ്ങളിൽ നീട്ടണമേ. ആനന്ദ പ്രത്യാശയും ഞങ്ങളിൽ നിറയ്ക്കണമേ. യേശുവേ, അങ്ങയുടെ തിരുരക്തത്തിൻ്റെ ശക്തി, വിശുദ്ധ കുരിശിൽ അങ്ങൊഴുക്കിയ തിരുരക്തത്തിൻ്റെ ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ. കാൽവരിയിലെ കുരിശിൽ അങ്ങ് ചിന്തിയ തിരുരക്തം ഞങ്ങളുടെ കുടുംബങ്ങളിലെ എല്ലാ ബന്ധനാവസ്ഥകളിലേക്കും പൈശാചിക പീഡകളിലേക്കും കടന്നു വരട്ടെ. ശക്തമായ വിടുതലുണ്ടാകട്ടെ. തിരുരക്തത്തിൻ്റെ ശക്തി നിറയട്ടെ. വിശുദ്ധ കുരിശിൻ്റെ ശക്തി നിറയട്ടെ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ തിരുരക്തം, കാൽവരി കുരിശിലെ തിരുരക്തം. യേശുവിൻ്റെ തിരുരക്തം, കാൽവരി കുരിശിലെ തിരുരക്തം ലോകം മുഴുവനിലും നിറഞ്ഞു സുഖമേകട്ടെ. ലോകം മുഴുവനിലും നിറഞ്ഞു സുഖമേകട്ടെ. അനുഗ്രഹത്തിൻ കരങ്ങൾ ഞങ്ങളിൽ നീട്ടണമേ. ആനന്ദ പ്രത്യാശയും ഞങ്ങളിൽ നിറയ്ക്കണമേ. അനുഗ്രഹത്തിൻ കരങ്ങൾ ഞങ്ങളിൽ നീട്ടണമേ. ആനന്ദ പ്രത്യാശയും ഞങ്ങളിൽ നിറയ്ക്കണമേ. അനുഗ്രഹത്തിൻ കരങ്ങൾ ഞങ്ങളിൽ നീട്ടണമേ. ആനന്ദ പ്രത്യാശയും വിശുദ്ധ കുരിശിന്റെ അടയാളത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. വിശുദ്ധ കുരിശിന്റെ അടയാളം ഞങ്ങളിൽ നിറയ്ക്കണമേ. ആനന്ദ പ്രത്യാശയും ഞങ്ങളിൽ പകരണമേ. വിശുദ്ധ കുരിശിന്റെ അടയാളം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഭയത്തിന്റെ മേഖലയെല്ലാം ഞങ്ങളിൽ വിട്ടുമാറട്ടെ. വിശുദ്ധ കുരിശിന്റെ അടയാളം ഞങ്ങളിൽ നിറയ്ക്കണമേ. പ്രത്യാശയോടെ ജീവിക്കാൻ ഞങ്ങളിൽ പകരണമേ. എല്ലാ തകർച്ചകളിലേക്കും വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശക്തീകരിക്കണമേ. വിടുതൽ, ശക്തമായ വിടുതൽ, ശക്തമായ ശക്തമായ വിടുതൽ. ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും യേശുവിന്റെ വിശുദ്ധ കുരിശിൽ ദിവ്യകാരുണ്യത്തിൽ ഒഴുകുന്ന ശക്തി വ്യാപരിക്കട്ടെ. അത്ഭുതകരമായ രോഗസൗഖ്യങ്ങളും പൈശാചിക പീഡകളിലുള്ള വിടുതലും സംഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ.
ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ, ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. വിടുതലുണ്ടാകട്ടെ, അഭിഷേകം നിറയട്ടെ, വിടുതലുണ്ടാകട്ടെ. യേശുവിന്റെ കുരിശിന്റെ ശക്തിയാൽ വിടുതലുണ്ടാകട്ടെ. കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, ദുശീലങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ദുശീലങ്ങളുടെ ആത്മാവ് വിട്ടുപോകട്ടെ. യേശുവിന്റെ ശക്തിയാൽ, കുരിശിന്റെ ശക്തിയാൽ ഭിന്നതയുടെ ആത്മാവ് വിട്ടുപോകട്ടെ. യേശുവിന്റെ കുരിശിന്റെ ശക്തിയാൽ അവിശ്വസ്തതയുടെ ആത്മാവ് വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. അനുഗ്രഹം, അനുഗ്രഹം, അനുഗ്രഹം. സൗഖ്യം, സൗഖ്യം, സൗഖ്യം. അഭിഷേകം, അഭിഷേകം. സൗഖ്യം, സൗഖ്യം, സൗഖ്യം. വിടുതൽ, വിടുതൽ, വിടുതൽ. സൗഖ്യം, സൗഖ്യം, സൗഖ്യം. അത്ഭുതകരമായ വിടുതൽ, 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 അത്ഭുതകരമായ വിടുതലുണ്ടാകും, അത്ഭുതകരമായ വിടുതലുണ്ടാകും, അത്ഭുതകരമായ വിടുതലുണ്ടാകും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ അത്ഭുതകരമായ വിടുതലുണ്ടാകട്ടെ, അത്ഭുതകരമായ വിടുതലുണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ വചനം നമ്മളോട് പറയുന്നതാണ്, സത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. സ്നേഹമുള്ളവരെ, ആദിമ ക്രൈസ്തവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരെപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സ്മരണയിലാണ് കഴിഞ്ഞിരുന്നത്. അതവരുടെ ജീവിതത്തിലെ വലിയ ശക്തിയായിരുന്നു. അവർ എപ്പോഴും ദൈവ സാന്നിധ്യ സ്മരണയിൽ കഴിയാൻ അവർ തിരഞ്ഞെടുത്ത മാർഗം, ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സമയങ്ങളിലും കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ച് അവർ ദൈവ സാന്നിധ്യ സ്മരണയിൽ അവർ ജീവിക്കുകയായിരുന്നു. അതുകൊണ്ട് ആദിമ ക്രൈസ്തവർക്ക് ഈ ലോകത്തിൽ നിന്നുള്ള പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും പൈശാചിക ശക്തികളെയും അതിജീവിക്കുവാൻ സാധിച്ചു. അവർ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലുള്ള പ്രാർത്ഥനയാൽ വിശുദ്ധീകരിച്ചിരുന്നു. സ്നേഹമുള്ളവരെ, വലിയ സംരക്ഷണം അവർക്കതുകൊണ്ട് ലഭിച്ചിരുന്നു. അവർ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ കുരിശടയാളം വരച്ച് സംരക്ഷണത്തിനായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. നമ്മളും നമ്മുടെ കുടുംബങ്ങളിൽ സംരക്ഷണത്തിന് വേണ്ടിയും നമ്മുടെ ജീവിത വഴികളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നീട് അവർ പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തെ കുരിശടയാളം വരച്ച് ആശീർവദിച്ച് വിശുദ്ധീകരിക്കുമായിരുന്നു. ഭക്ഷണം വിശുദ്ധീകരിക്കുന്നതോടൊപ്പം അവർ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം സ്മരിക്കുമായിരുന്നു. സ്നേഹമുള്ളവരെ, തുടർന്ന് അവർ ജോലിക്ക് പോകുമ്പോൾ, പഠിക്കാൻ പോകുമ്പോൾ, യാത്രയ്ക്ക് പോകുമ്പോൾ, ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർ കുരിശടയാളം വരച്ച് സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവ സാന്നിധ്യത്തിൻ്റെ സ്മരണ അവർ അങ്ങനെ നിലനിർത്തി. നമ്മുടെ ഇടയിലും പലരും വാഹനം ഓടിക്കുമ്പോൾ കുരിശടയാളം വരച്ച് വാഹനത്തിനും യാത്ര ചെയ്യുന്നവർക്കും റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന എല്ലാവർക്കും സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഒരു സഹോദരനെ കുറിച്ച് സൂചിപ്പിച്ചു. എല്ലാ ദിവസവും യാത്ര ആരംഭിക്കുമ്പോൾ കാറിൻ്റെ സ്റ്റിയറിങ്ങിൽ കുരിശടയാളം വരച്ച് സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നെറ്റിയിലും കുരിശടയാളം വരച്ച് യാത്ര ചെയ്ത് ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യാതൊരു അപകടത്തിലും ചെന്നു പെടാതെ കർത്താവിൻ്റെ കുരിശ് അദ്ദേഹത്തിന് സംരക്ഷണം നൽകി. സ്നേഹമുള്ളവരെ, നമ്മളും യാത്ര ചെയ്യുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലുള്ള സംരക്ഷണം നമ്മൾ നേടേണ്ടതുണ്ട്. ആദിമ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർ കുളിക്കുമ്പോഴും വസ്ത്രം മാറുമ്പോഴും ഒക്കെ കുരിശടയാളത്തിൽ പ്രാർത്ഥിച്ചിരുന്നു സംരക്ഷണത്തിനായി. എല്ലാറ്റിലും ഉപരിയായി രാത്രിയിൽ കിടന്നുറങ്ങുന്നതിനു മുമ്പ് അവർ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചു. വിശുദ്ധമായിട്ട്, ഭയങ്ങളില്ലാതെ, പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങളില്ലാതെ, ദുസ്വപ്നങ്ങളില്ലാതെ ഉറങ്ങുന്നതിനു വേണ്ടി അവർ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചു. അതൊക്കെ അവർക്ക് വലിയ അനുഗ്രഹങ്ങളായി മാറി.
നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകിയ നല്ലൊരു പാരമ്പര്യമുണ്ട്. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം നമ്മൾ കിടക്കുന്ന കട്ടിലിൻ്റെ 4 മൂലയിലും കുരിശടയാളം വരയ്ക്കാൻ സാധിക്കുമെങ്കിൽ വരച്ച് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മുറിയിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ വലിയ സംരക്ഷണം നമുക്ക് ലഭിക്കും. വർഷങ്ങൾക്ക് മുമ്പ് നോർത്ത് ഈസ്റ്റിൽ ഒരു സ്ഥലത്ത് ധ്യാനത്തിന് പോയപ്പോൾ ഞാൻ താമസിച്ചിരുന്ന മുറിയിൽ ഒരു തിന്മയുടെ സ്വാധീനമുള്ള മുറിയായിരുന്നു. അവിടുത്തെ വികാരിച്ചൻ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു അത്. കാരണം അവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെടിവെപ്പ് നടക്കുകയും അതിലേതാനും ചിലർ അവിടെ മരിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്ത്. അവിടെയാണ് കെട്ടിടം പണിത് ഇപ്പോൾ അവർ താമസിക്കുന്നപ്പോൾ എനിക്ക് താമസിക്കാൻ കിട്ടിയ മുറി ആ ഒരു സ്ഥലത്തായിരുന്നു. രാത്രിയിലായി കുറെ കഴിഞ്ഞപ്പോൾ ഒരു സ്വരം കേൾക്കാൻ, എൻ്റെ പേര് ഒരു സ്വരം കേൾക്കുന്നു, ബിജു ബിജു എന്ന് ഒരു വിളി കേൾക്കുന്നു. വികാരിച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എനിക്ക് കാര്യം മനസ്സിലായി. സ്നേഹമുള്ളവരെ, ഞാൻ കിടക്കുന്ന കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ വായുവിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചു. ഈശോയെ, ഈ മുറിയിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ, ശക്തികൾ യേശുവിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ ഈ മുറിയിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. സ്നേഹമുള്ളവരെ, അങ്ങനെ 2-3 തവണ പ്രാർത്ഥിച്ച് ഞാൻ ശാന്തമായി സ്വസ്ഥമായ ആ മുറിയിൽ കിടന്നുറങ്ങി. പിന്നീട് എനിക്ക് യാതൊരു അസ്വസ്ഥതയും ആ മുറിയിൽ ഉണ്ടായില്ല. അപ്പോൾ നമ്മുടെ മാതാപിതാക്കളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കുരിശടയാളം വരച്ചുള്ള പ്രാർത്ഥന വലിയ ശക്തിയുള്ളതാണ്, നമുക്ക് സംരക്ഷണം നൽകുന്നതാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ സംരക്ഷണം നൽകും. പൈശാചിക പീഡകളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ നൽകും. വലിയ സന്തോഷത്തിൽ, സമാധാനത്തിൽ, യേശുവിൻ്റെ കൃപയിൽ ജീവിക്കുവാൻ നമ്മളതെ സഹായിക്കും. വിശുദ്ധ കുരിശിൻ്റെ ശക്തിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ കുരിശിൽ നമ്മുടെ ജീവിതത്തെ അലട്ടുന്ന എല്ലാ അസ്വസ്ഥതകളും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെ അലട്ടുന്നത് ഭിന്നതയുടെ ആത്മാവാണെങ്കിൽ അത് സമർപ്പിക്കാം. എന്ത് ചെയ്തിട്ടും സാമ്പത്തിക മേഖലയിൽ വരുമാന മാർഗങ്ങളിൽ ഒരു ഉയർച്ച ലഭിക്കാത്ത തിന്മയുടെ തടസ്സങ്ങളാണെങ്കിൽ നമുക്കത് ഈ കുരിശിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ മക്കൾ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടതാണെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള തിന്മയുടെ ശക്തികളെ കുരിശിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദമ്പതികൾ തമ്മിലുള്ള ഭിന്നതയാണെങ്കിൽ ഭിന്നതയുടെ ആത്മാവിനെ കുരിശിലേക്ക് നമുക്ക് കൊടുക്കാം. മദ്യത്തിനും ലഹരി വസ്തുക്കളും അടിമപ്പെട്ട കുടുംബാംഗങ്ങളാണെങ്കിൽ നമുക്ക് ഈ കുരിശിലേക്ക് അവരെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൽ എന്തു ചെയ്താലും ഉയർച്ചയില്ലാത്തൊരവസ്ഥയാണെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള തിന്മയുടെ ശക്തികളെ കുരിശിലേക്ക് നമുക്ക് കൊടുക്കാം. നമ്മുടെ കുടുംബം, വ്യക്തിപരമായ ജീവിതം നേരിടുന്നത് ഏത് ബന്ധനാവസ്ഥയാണോ, ഏത് പൈശാചിക പീഡയാണോ, വെറുപ്പാണോ, എന്തു തന്നെയാണെങ്കിലും ഈ കുരിശിലേക്ക് നമുക്ക് കൊടുക്കാം. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യമുണ്ടാകാൻ നമുക്കൊന്നു ചേർന്ന് സ്തുതിക്കാം. അതോടൊപ്പം ഈരടികൾ പാടി നമുക്ക് കർത്താവിന്റെ സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ വലിയ വിടുതലും അഭിഷേകവും യേശുവിന്റെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും, എല്ലാ കുടുംബങ്ങൾക്കും ലഭിക്കട്ടെ. യേശുവിന്റെ വിശുദ്ധ കുരിശിന്റെ ശക്തി കടന്നു വരട്ടെ. ആരും കയറിയിറങ്ങി നടക്കാതിരിക്കുവാൻ ഈ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് ഞാൻ കാവൽ നിൽക്കും. ഒരു മർദ്ദകനും മേൽ അവരെ കീഴ്പ്പെടുത്തുകയില്ല. എന്റെ കണ്ണ് അവരുടെ മേലുണ്ട്. യേശുവിന്റെ നാമത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവേ, 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 യേശുവേ. നമുക്കൊന്ന് ചേർന്ന് പാടാം. യേശുവേ, യേശുവേ. പാത നിന്റെ കൂടാരത്തിനടുക്കയില്ല, രോഗം നിന്റെ ഭവനത്തിൽ വരികയില്ല, തകർച്ച നിന്റെ കൂടാരത്തിനടുക്കയില്ല, രോഗപീഡ നിന്റെ അടുത്തരുകയില്ല. വിശുദ്ധ കുരിശു കൂടെയുണ്ടല്ലോ, വിശുദ്ധ കുരിശിൻ മുദ്രയുണ്ടല്ലോ,
പാത നിന്റെ കൂടാരത്തിനടുക്കയില്ല. രോഗപീഡ നിന്റെ ഭവനത്തിൽ വരികയില്ല. വിശുദ്ധ കുരിശു കൂടെയുണ്ടല്ലോ, വിശുദ്ധ കുരിശു കൂടെയുണ്ടല്ലോ. പീഡ നിന്റെ കൂടെ വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിനടുക്കയില്ല. രോഗപീഡ നിന്റെ കൂടെ വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിനടുക്കയില്ല. യേശു നിന്റെ കൂടെയുണ്ടല്ലോ, വിശുദ്ധ കുരിശിൻ സംരക്ഷണത്തിലാ. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഈ ധ്യാനത്തിൻ്റെ 3-ാമത്തെ ദിവസത്തെ ആരാധനയിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ പൈശാചിക പീഡകളുടെ മേലും അധികാരമുള്ള യേശുവിൻ്റെ കുരിശിൻ്റെ അടയാളം, ആ ശക്തി നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും വ്യാപരിക്കാനും വലിയ വിടുതൽ ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് സാധിക്കുന്നവരെല്ലാം മുട്ടിന്മേൽ നിന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നു. വലിയ സൗഖ്യവും വിടുതലിൻ്റെയും സമയമാണിത്. ഈശോയെ സ്തുതിച്ച് ഈശോയുടെ നേരെ കരങ്ങൾ നീട്ടി ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നത്തെ പ്രാർത്ഥന. വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ എല്ലാ പൈശാചിക പീഡകളും എൻ്റെ കുടുംബത്തെ വിട്ടുപോകട്ടെ.